ഹായ് ഹലോ വെൽക്കം ടു ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എന്താ പറയുക, വൈകുന്നേരമാണ് ഈ സമയം. അപ്പോൾ വൈകുന്നേരമൊക്കെ ആയ സമയത്ത് എനിക്ക് തോന്നി എന്താ പറയുക, ഒരു 4 മണി പലഹാരം കിട്ടുന്ന ഒരു കടയിൽ പോയി, അല്ലെങ്കിൽ പലചരക്ക് കടയിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് പരിപ്പ് വട, ഒരു ഉള്ളിവട, അതൊക്കെ കഴിക്കാൻ തോന്നി. അപ്പോൾ ഞാൻ പിന്നെ ഒന്ന് ഫ്രീ ആയതുകൊണ്ട് തന്നെ വേറെ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പോവാമെന്ന്. അതിൻ്റെ പ്രത്യേകിച്ച് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ദൂരമൊക്കെ ആണെങ്കിൽ ഞാൻ പോയില്ല സ്കൂട്ടറിൽ. അപ്പോൾ ഇത് എൻ്റെ വീട്ടിൻ്റെ അടുത്തെന്ന് പറയുമ്പോൾ ഒരു 2 കിലോമീറ്ററൊക്കെ ഉണ്ട് അകലത്തിൽ ഒരു കട തുടങ്ങി. അപ്പോൾ ഞാൻ ഈ അടുത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടേക്ക് പോയി. അപ്പോൾ ഒരു നല്ല അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ ഞാനും വിചാരിച്ചു ഇന്ന് അവിടേക്കൊന്ന് പോവാം. എന്തായാലും നമ്മൾ ഫ്രീ ആയതുകൊണ്ട് എന്തായാലും പോവാം. ഫ്രീ അല്ലാത്ത സമയത്ത് നമുക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നൊന്ന് പോയി കളയാം വിചാരിച്ചു. അത് നമുക്ക് എന്തായാലും അവിടേക്ക് പോകാം. എനിക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ എന്തായാലും അവിടേക്ക് പോകാൻ തീരുമാനിച്ചു. ഓക്കെ, നമുക്ക് എന്തായാലും ചെരുപ്പൊക്കെ ഇട്ടു, പക്ഷെ മുടി അതൊന്നും കിട്ടിയിട്ടില്ല. നെക്ലേസ് ഇട്ടുണ്ട്, ഓടി ഇട്ടിട്ടുണ്ട്. പിന്നെ നല്ല ഔട്ട്ഫിറ്റാന്ന് തോന്നുന്നു, നല്ല ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഓൾറെഡി തീരുമാനിച്ചിട്ട് കാര്യമാണ് ഉച്ചയ്ക്ക് പോകണം. ഫസ്റ്റ് എനിക്ക് കായലോരത്തേക്കൊക്കെ പോകാൻ, പിന്നീട് ആരും മൂട് കിട്ടിയില്ല. എനിക്ക് അവിടേക്ക് തന്നെ പോകണം തോന്നി. അപ്പോൾ പെട്ടെന്ന് അവിടേക്ക് പോകാൻ നല്ല സൂര്യപ്രകാശം ഇട്ട് ക്ലിയർ ആകുമ്പോൾ എനിക്കറിയില്ല. എന്തായാലും നമുക്ക് പലചരക്ക് കടയ്ക്ക് പോകാം. എനിക്ക് ഇഷ്ടപ്പെടില്ല എന്നൊന്നും അറിയില്ല. അതിനേക്കാൾ മുമ്പൊന്ന് മുടി കെട്ടട്ടെ, ചീത്തിട്ട് മുടി ജസ്റ്റ് നമ്മൾ ക്രാബ് ചെയ്തേക്കട്ടെ. അമ്മ എനിക്ക് തോന്നുന്നു നമ്മൾ കിടന്നിറങ്ങാന്ന്, അതോ അമ്മ ക്ലാസ്സിലാണോ എനിക്കറിയില്ല. എന്തായാലും ഞാൻ മുടി ഒന്ന് കെട്ടിച്ചിട്ട് അമ്മോട് പറയണോ, പോയിട്ട് കൂടെ വരും. എന്തായാലും അമ്മോട് പറയാം, എന്നിട്ട് വരാം. മുടി ഞാൻ പിന്നിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചു. ചെയ്യുന്നതും ചെയ്തില്ല, കണ്ടോ, പിന്നെ മനസ്സിലാവും ചെയ്യുന്നുള്ളതാണ്. അങ്ങനെ ഇതായി. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഗൈസ് കാറിലും സ്കൂട്ടറിൽ പോകണം. ഞാൻ വിചാരിച്ചു സ്കൂട്ടറിലും കാറിലൊന്നും പോകണ്ട, 2 കിലോമീറ്ററൊക്കെ ഉള്ളൂ, നമുക്ക് നടക്കാം. പിന്നെ അവിടുന്ന് ഓട്ടോറിക്ഷ പിടിക്കാം. എനിക്ക് നടക്കണത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ വീട് വിട്ടിട്ട് പലചരക്ക് കടയിലേക്ക്. അപ്പോൾ അത് ഓപ്പൺ ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു വൈകുന്നേരം ഒരു 4:30 സമയത്തൊക്കെ ആയിരിക്കും തുറക്കുക എന്നാണ് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞത്. അപ്പോൾ എത്ര മണി ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ തുറന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. തുറന്നില്ലെങ്കിൽ നമുക്ക് നല്ല കായലോരത്തേക്ക് പോകാം. പക്ഷേ കായലോരത്തേക്ക് ഇപ്പോൾ ലൈറ്റൊന്നും അവിടെ ഇട്ടുണ്ടാവില്ല ഗൈസ്, വെറുതെ അവിടെ പോയിരിക്കണ്ടേ. പാർക്കൊന്നും നമ്മൾ കളിക്കില്ല, പ്രായമല്ല. അതുകൊണ്ട് തന്നെ വിചാരിച്ചു എന്താണ് അവിടേക്ക് പോവാം. അവിടേക്ക് പോയില്ലെങ്കിൽ പിന്നെ നമുക്ക് സമാധാനം കിട്ടുന്ന പോലെ സ്ഥലത്തേക്ക് പോവാം, അല്ലെങ്കിൽ ഹോട്ടലിലേക്ക് പോവാം. ഫുൾ പ്ലാൻഡ് ആയിട്ടാണ് ഞാൻ പോയത്. വിചാരിച്ചു ഇവിടെ നിന്ന് ബസ് കയറാമെന്ന്. അതെല്ലാം നല്ല വൈബാണ് ഗൈസ്, ബസ്സൊക്കെ കയറി അങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കുറേ കഴിഞ്ഞു പിന്നീട് നല്ല രസമാട്ടോ. പിന്നെ കുറേ നടന്നു കേട്ടോ ഗൈസ്. കാണിച്ചരാ, ഇതിൽ കൂടെ നടക്കണം, കാണിച്ചരാട്ടോ ഗൈസ്. ഞാൻ ഇതിൽ കൂടെ നടക്കണത് നമ്മുടെ എന്താ പറയുക, പങ്കാവ് ഇതിൻ്റെ ഒരു വരമ്പത്തിൽ കൂടെയാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ കുറേ ആയിട്ടൊന്ന് നടക്കുന്നത്. നമ്മൾ അടുത്താന്ന് പറയുമ്പോൾ ബസ് കയറാനുള്ള ദൂരം എന്തായാലും ഉണ്ടാവും. ഞാൻ കുറച്ച് അങ്ങോട്ട് നടന്നു. പാടത്ത് കൂടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, അപ്പോൾ അവിടെ കയറി നേരെ പോയി. പാടത്ത് ബസ് സ്റ്റോപ്പ് എന്ന് പറയുമ്പം പാടത്തിൽ കൂടെ പോയിട്ടൊരു വരമ്പ് ഉണ്ട്, ആ വരമ്പിലാണ് ബസ് സ്റ്റോപ്പ്. നമുക്ക് എന്തായാലും പാടത്തേക്ക് പോവാം. പാടത്തിലൊരു വഴിയുണ്ട്, വഴി കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് പോവാം. ബസ് സ്റ്റോപ്പിൽ നിന്ന് നേരെ നമുക്ക് വണ്ടി പിടിക്കാം. ഞാൻ പാടത്തേക്ക് പോവാണ്. ഫസ്റ്റ് വിചാരിച്ചു പാടത്തേക്ക് ബസ് സ്റ്റോപ്പിൽ പോവാന്ന്. പിന്നീട് ഞാൻ അപ്പോൾ വിചാരിക്കുന്നു പാടത്തുള്ള നായക്കാൾ ചെല്ലുന്നുണ്ട് ഗൈസ്, കണ്ടോ, ഒരു നായ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ വെറുതെ പോകണ്ട, കടി മേടിക്കും. നേരെ തിരിച്ചു വയസ്സ് അവിടേക്ക് പോകണ്ട, നമുക്ക് എടപ്പാളത്തെ ഇതിൽ കയറാം. എന്നുവെച്ചാൽ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, അത് അവിടേക്ക് കയറാം. പാടത്ത് കൂടെ നിർത്താം, എന്നിട്ട് അവിടേക്ക് പോകാം. ബസ്സിൽ എന്തായാലും വീട് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം ചിലപ്പോൾ നല്ല തിരക്കായിരിക്കും. അപ്പോൾ എനിക്ക് ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ മൊബൈൽ എടുത്ത് ഞാൻ അപ്പം ഛർദ്ദിക്കാൻ പറ്റും. വോമിറ്റിംഗ് ആയി പിന്നെ ആകെ ഇതൊരു ഛർദ്ദിച്ചിട്ടില്ല, പക്ഷേ ഒരു തലവേദനിക്കും. പിന്നെ ഇന്നത്തെ മൂടേ അവസാനിക്കും ഗൈസ്. അതുകൊണ്ട് തന്നെ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കണ വരെ ഇതാക്കാം. വണ്ടി വന്നാൽ പിന്നെ ഞാൻ വീട് എടുക്കില്ല. ഒരു വണ്ടി നേരം ആയി കഴിഞ്ഞ് ഓഫാക്കും കേട്ടോ. ഗൈസ്, ഞാൻ എന്താ പറയുക,
അമ്പലത്തിലുള്ളൊരു ബസ് സ്റ്റോപ്പുണ്ട്. ബസ് സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു സാധനമാണത്. ഇതിൽ കൂടെ ബസ് പോകാറുണ്ട്, അയലക്കാട്ടിൻ്റെ ബസ് ഈ ഒരു ഇതിൽ കൂടെ പോകാറുണ്ട്. അപ്പോൾ അതിൽ കയറാൻ ചെയ്യാറ്. ബസ് ഒന്നും എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓട്ടോ ടൈപ്പ്. പക്ഷേ ഓട്ടോ അല്ല, കുറച്ചും കൂടി വലുപ്പമുള്ളൊരു സാധനമാണ്. എന്തിൻ്റെ പേര് നിൽക്കാനായിട്ട് ഇത് കൂടെ പോകാറുണ്ട്. ഇതിൽ കൂടെ വന്ന് നേരെ എടപ്പാള് ആ ഒരു സ്ഥലത്തേക്കാണ് പോവാറ്. എന്താ പറയുക, ആ കട അയലക്കാട്ടിൽ നിന്നാണ് തോന്നുന്നത്, അയലക്കാട്ട് എന്നാണ് പറഞ്ഞത് എൻ്റെ ഫ്രണ്ട്സ്. അപ്പോൾ അയലക്കാട്ടിൽ കൂടെ കൊണ്ട് പോവാം. എന്നിട്ട് ഒരു ഓട്ടോ ടൈപ്പാണ്. ഇന്നും വൈകുന്നേരം രാവിലെ ഉച്ച വൈകുന്നേരം ഇന്നും പോവും. അപ്പോൾ അതിൽ കൂടെ കൊണ്ട് പോകാൻ വിചാരിച്ചു. വരുന്നുണ്ട് കേട്ടോ, നമുക്ക് ഇവിടെ എത്തിയിട്ട് വീട്ടിൽ എടുക്കാം. അപ്പോൾ ഈ ബസ്സൊക്കെ ഇറങ്ങി. ബസ് ഇതാ നമ്മുടെ ബസ്. ഗായ്സ് അവിടെ ഇറക്കി തന്നു കേട്ടോ. എനിക്ക് ഇറക്കി തന്നത് ഒരു ഓട്ടോറിക്ഷ ടൈപ്പിലുള്ള ഒരു വെഹിക്കിളാണ്. അപ്പോൾ അവിടെ ഇറക്കി തന്നു. അപ്പോൾ ഞാൻ പിന്നെ ഇവിടുന്ന് നടക്കുകയാണ്. ഇവിടെ നിന്നാണ് അവൾ പറഞ്ഞത്. ഒരു പാടത്തിൻ്റെ അടുത്തുള്ള കായലോരം പോലത്തെ ഒരു പാടത്തിൻ്റെ അടുത്തുള്ളതാണ്. ബട്ട് പാടം എന്നും പറയാൻ പറ്റില്ല, അങ്ങനൊരു സ്ഥലമാണത്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടേക്ക് പോകാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പ്ലേസിൻ്റെ പേര് അയലക്കാട് എന്നാണ്. എൻ്റെ നാട്ടിൽ തന്നെയാണ്. പക്ഷെ ഞാനിതിൽ ഒടിക്ക് വന്നിട്ടില്ല കേട്ടോ. എന്തോ ഒന്നുമില്ല. എൻ്റെ അടുത്തൊരു വീടൊക്കെ ഉണ്ട് കേട്ടോ. വീടൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നേരത്തെ ഇവിടെ നിൽക്കണം. അപ്പോൾ ഇവിടെ സ്ഥലമൊക്കെ ഞാനുണ്ട് വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഉണ്ട്. അപ്പോഴാണ് ഈ സാധനം കാണിച്ചത് കേട്ടോ. ഇതെന്താണെന്ന് അറിയുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഒരു മരത്തിൻ്റെ അവിടെ ഇരിക്കണുണ്ടായാണ്, അറിയില്ല. അടുത്തുള്ളൊരു കടയിൽ നിന്ന് ഞാൻ മുസമ്പി മേടിച്ചു. മധുരമുണ്ട്. നമ്മളൊരു കാട്ടുപ്രദേശമാണ്. ഇതാ മുത്തശ്ശി നന്നാണ്. അവസരം എന്നിട്ട് ത്രില്ല് പറയാം കേട്ടോ. അപ്പോൾ ഗൈസ് ഹായ്, ഇപ്പോൾ വഴി അറിയാൻ നിൽക്കുവാണ്. ഇവിടെ ഇപ്പോൾ കുറേ വീടൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ എവിടെ എനിക്കറിയില്ല. ഇവിടെ കുറേ വീടൊക്കെ ഉണ്ട്. എൻ്റെ ഫ്രണ്ടിനെ ഒന്ന് വിളിച്ചോക്കട്ടെ ഗൈസ്, പറയാം. അവൾ വിളിച്ചോക്കി ഗൈസ്. അവൾ പറഞ്ഞു ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് അവൾ പറഞ്ഞത്. ഇപ്പോൾ ആകെ ആരെന്നെ പണിയുണ്ട്. അവൾ പറഞ്ഞത് ഈ ഒരു വീട്ടിൻ്റെ അടുത്താണ് അവർ നടത്തുന്നത്. അപ്പോൾ വീടിൻ്റെ അടുത്ത് അവർ കോട്ടേജ് ഇൻഡസ്ട്രി പോലെ നടത്തുന്ന സാധനമാണ് പറഞ്ഞത്. സൗണ്ട് പൊല്യൂഷൻ ഉണ്ട്. ഈ വീടിൻ്റെ അടുത്ത് ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട് ഗൈസ്. ഊഞ്ഞാലിലാട്ടോ ഞാൻ. അപ്പോൾ ഊഞ്ഞാലിലാണ് ഇത്. ഞാൻ അന്ന് ഇൻട്രോ എടുത്ത ആ ഒരു സ്ഥലത്താണ് ഗൈസ്. ഞാൻ ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് ആദ്യം ഇൻട്രോ എടുത്തത്. മനസ്സിലായി നിങ്ങൾക്ക്? അതാണ് ത്രില്ല് എന്ന് പറഞ്ഞത്. കാരണം ഈ പ്ലേസ് നിങ്ങൾ ആദ്യം കണ്ടില്ലേ, ഇപ്പോഴെത്താണ് ഇൻട്രോ എടുത്തത്. എഡിറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ആക്കിയതാണ്. മനസ്സിലായോ? ഈ പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ്. ഇതുപോലെ തൂഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ട് ഗൈസ്. അപ്പം ഗൈസ് നമ്മൾ ഇതാണ് പ്ലേസ് എന്നാണ് അവൾ പറഞ്ഞത്. അവസാനം നമ്മൾ കട പിടിച്ചിരിക്കുന്നത് ദുഃഖിതമായിട്ട്. ഓക്കെ, എനിക്ക് ഈ പ്ലേസ് കണ്ടപ്പോൾ എനിക്ക് ഇവിടുന്ന് ഒരു ഡാൻസ് കളിക്കാൻ തോന്നി. വെലുവിന് പൊട്ടിയതിൽ നമുക്ക് ഫോണാണ്.